നോട്ട് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ നോട്ട് ഇന്ത്യൻ എക്കോണമി 1950-1990 അതിൻ്റെ ഒരു നോട്ട് വീഡിയോ രൂപത്തിൽ തരികയാണ്. എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക. നോട്ട് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് സ്ക്രീനിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു നോട്ട് തരാണ്. ഇന്ത്യൻ എക്കോണമി 1950-1990 ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യ. In 1950, Planning Commission was set up. First 5-year plan 1951 to 1951 to 56. First 5-year plan. ഇന്ത്യയിൽ പ്ലാനിങ് തുടങ്ങിയത് 1950-ലാണ്. പ്ലാനിങ് കമ്മീഷൻ തുടങ്ങിയത്. ഫസ്റ്റ് 5-year പ്ലാൻ 1951-ലാണ്. ഇപ്പോൾ ഈ പ്ലാനിങ് കമ്മീഷൻ്റെ പേര് നീതി ആയോഗ് എന്നുള്ളതാണ്. പ്രത്യേകം ഓർക്കണം. പ്ലാനിങ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ പേര് നീതി ആയോഗ്. ഇതിലൊന്നാമത്തെ ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഇത് ഫൈനൽ എക്സാമിനൊക്കെ ഒരു 4 മാർക്ക് 6 മാർക്ക് ഇങ്ങനെയൊക്കെ എസ്സേ ടൈപ്പൊക്കെ വരാറുണ്ട്. ഇനി ആൻസറിലേക്ക് പോകാം. എ പ്ലാൻ ഷുഡ് ഹാവ് സം ക്ലിയർലി സ്പെസിഫൈഡ് ഗോൾസ്. The goals of 5-year plans are growth, modernization, self-reliance and equity. These are explained below. First one, economic growth. Economic growth refers to increase in the country's capacity to produce the output of goods and services within the country. A good indicator of economic growth is the steady increase in GDP. GDP of a country derived from the 3 different sectors, that is agriculture, industry and services. As an economy grows, the contribution from primary sector decreases and secondary and service sector increases. അതാണ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള പോയിന്റാണ് ഗോൾസ് ഓഫ് 5-year പ്ലാൻ, എക്കണോമിക് ഗ്രോത്ത്. ഇനി അടുത്തത് സെക്കൻഡ് പോയിന്റ് മോഡേണൈസേഷൻ ആണ്, നവീകരണം, ആധുനികവൽക്കരണം, നവീകരണം എന്നൊക്കെ പറയും. ഇറ്റ് മീൻസ് അഡോപ്റ്റ് ന്യൂ ടെക്നോളജി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Modernization also include the changes in social outlook of the people. A modern society makes use of the talents of women. നോട്ടൊന്ന് നല്ല പൂർണ്ണമായി കാണാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. Talents of women for development. Then third one, self-reliance. സ്വാശ്രയത്വം കൈവരിക്കുക അല്ലെങ്കിൽ സ്വയം പര്യാപ്തി കൈവരിക്കുക എന്നൊക്കെയാണ്. Self-reliance means relying on oneself or reducing dependence on other countries. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. To achieve this goal, we followed a policy of import substitution, that is substituting imports with domestic production. This policy produced good results. India became self-sufficient in food and built a well-diversified ഇൻഡസ്ട്രിയൽ സെക്ടർ സിസ്റ്റം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സെൽഫ് റിലയൻസ് എന്നുള്ളത് സെൽഫ് റിലയൻസ് സ്ക്രീൻഷോട്ടിന് വേണ്ടി വെച്ചതാണ്. അടുത്തത് ഇക്വിറ്റി, ഈക്വാളിറ്റി. ഈക്വാളിറ്റി മീൻസ് റിഡക്ഷൻ ഇൻ ഇനീക്വാളിറ്റി. നെക്സ്റ്റ് സെൻറ്റൻസ്, ഗ്രോത്ത്
modernization, self-reliance become meaningless in the absence of equity. It is important to ensure that the benefits of the growth reach the poor people. Every Indian should be able to meet his or her basic needs, such as food, clothing, shelter, basic education and health care, etc. Screenshot എടുക്കാം. Equity. ഇത്രയാണ് ഗോൾസ് ഓഫ് 5 year പ്ലാൻസ്. ഇനി അടുത്ത് പഞ്ചവത്സര പദ്ധതി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിലാദ്യം കാർഷിക മേഖലയിൽ മാറ്റം. Impact of 5 year plans covering the period 1950 to 1990 with reference to agriculture, industry and trade. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. അതിലൊന്ന് അഗ്രികൾച്ചർ 1950-1990 കൃഷിയിലെ മാറ്റങ്ങളാണ് ആദ്യം പറയുന്നത്. During colonial rule, there was neither growth nor equity in agriculture sector. This problem was addressed by land reforms and green revolution. Screenshot എടുക്കാം നമുക്ക്. ഇതിൽ ചോദ്യം വരാൻ പറ്റുന്നത് explain the need and type of land reforms implemented in Indian agriculture. ചോദ്യം വരാൻ സാധ്യതയുള്ള explain the need and type of land reforms. The answer, land reforms aims at equity and growth in agriculture sector. The motto of land reform was land to the tiller. Land reform consisted of the following policy measures. ഇത്രയും ഭാഗം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. First one, abolition of intermediaries like സെമീന്ദാസ്. ജന്മിത്ത സമ്പ്രദായം, സെമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുക എന്നുള്ളതാണ് ഒന്ന്. Second one, distribution of land to the tiller. കൃഷിഭൂമി കർഷകന് ലഭ്യമാക്കുക. Then third one, fixing ceiling on agricultural land holdings and declaring land above ceiling as surplus land. Fixing ceiling, ഭൂപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഭൂപരിധി നിശ്ചയിക്കുക, പരിധിയിൽ കവിഞ്ഞ് ഭൂമിയുള്ളവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കുക, മിച്ച ഭൂമിയായിട്ട് കണക്കാക്കുക. Then redistribution of surplus land. ഈ മിച്ച ഭൂമി അമിതമായുള്ള ഭൂമി ജന്യമായി പിടിച്ചെടുത്തിട്ട് ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യാം. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. Explain the need and types of land reforms. Redistribution of surplus land among the landless. This policy was very progressive in theory, but in practice it faced many difficulties. Some big landlords challenged the law in court. This delayed the implementation of the law. Land reform were successfully implemented in states like Kerala and West Bengal. The poor and marginalized sections like SCs and STs, scheduled caste, scheduled tribe, SCs and STs did not benefit from land reform. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. അടുത്തതാണ്, തിരിച്ച് വേറെ ചോദ്യം തന്നെയാണ്. ഹരിത വിപ്ലവം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിനെ പറ്റി വിശദീകരിക്കുക. ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ, GR എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ. Green revolution refers to the significant improvement in agricultural production using new agricultural strategy
adopted in 1964-65. The important features of green revolutions are the following. ഗ്രീൻ റവല്യൂഷൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുക്കുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാം. 1. യൂസ് ഓഫ് HYV സീഡ്സ്, അത്യുൽപാദന വിത്തുകൾ ഉപയോഗിക്കുക. HYV ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ് എന്നാണ്. അത്യുൽപാദന വിത്തുകൾ, അത്ഭുത വിത്തുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സെക്കൻഡ് വൺ, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവസ്തുക്കൾ, വളങ്ങളും രാസകീടനാശിനികളും ഒക്കെ ഉപയോഗിക്കാം. ദെൻ യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ് എക്സെട്ര. ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. Then irrigation facilities. 5th one, marketing facilities for agricultural products. Then 6th one, provision of credit facilities to the farmers at low interest rate. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുക, പലിശ കുറഞ്ഞ പലിശയ്ക്ക്. The first phase of Green Revolution 1965-75. The new strategy was confined to states like Punjab, Tamil Nadu, Andhra Pradesh, mainly wheat production. The second phase 1975-85, it is spread to more states and more crops. Screenshot എടുക്കാം. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. ഗ്രീൻ റവല്യൂഷൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വിശദീകരിക്കുക, അങ്ങനെ ചോദ്യം ഉണ്ടാവില്ലേ. അപ്പോൾ 1, ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ. 1, ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ, ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തി കൈവരിച്ചു. 2, ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ് വർദ്ധിച്ചു. ഭക്ഷ്യോൽപാദനം സ്വന്തം ഉപയോഗത്തിന് കഴിഞ്ഞ് മാർക്കറ്റിൽ വിൽക്കാൻ എത്തിക്കുന്നതാണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. സെൽഫ് യൂസ് കഴിഞ്ഞ് ബാക്കിയുള്ള മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി കാർഷികോൽപാദനം നടത്തുക, അതാണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ദെൻ 3rd വൺ, റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ബെനിഫിറ്റിംഗ് പുവർ പീപ്പിൾ, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, അത് ദരിദ്രർക്ക് ഗുണകരമായി. ദെൻ എനേബിൾഡ് ദ ഗവൺമെൻറ് ടു ക്രിയേറ്റ് ബഫർ സ്റ്റോക്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ഷോർട്ടേജ്. ഗവൺമെൻറ്റിന് ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI ഒക്കെ നിങ്ങൾക്കറിയാം. FCIയിലൊക്കെ ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിക്കാൻ ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് കഴിഞ്ഞു. ദെൻ 5th വൺ, എനേബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ, DI എന്നുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനേബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ദ പുവർ ത്രൂ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് PDS എന്ന് പറയുന്നത്. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി അടുത്തത് ഗ്രീൻ റവല്യൂഷൻ്റെ പോരായ്മകളാണ്, ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. 1, ഫസ്റ്റ് വൺ, ഹൈ yielding ക്രോപ്സ് വെയർ പ്രോൺ ടു പെസ്റ്റ് അറ്റാക്ക്. കീടബാധ, അത്യുൽപാദന വിത്തുകൾക്ക് കീടബാധ ഉണ്ടായിരുന്നു. Second one, it increased the disparity between rich and poor farmers, benefiting rich farmers more. ദരിദ്ര കർഷകർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നുള്ളതാണ്. സമ്പന്ന കർഷകർക്കാണ് കൂടുതൽ ഗുണം ലഭിച്ചത്. ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് പോയ്സൺഡ് ദി സോയിൽ, മണ്ണിനെ മലിനമാക്കി. രാസവളങ്ങളും രാസകീടനാശിനികളൊക്കെ മണ്ണിനെ മലിനമാക്കി. ദെൻ 4th വൺ, ഇൻ ദി ഫസ്റ്റ് ഫേസ് ദ ഗ്രീൻ റവല്യൂഷൻ വാസ് മെയിൻലി എ വീറ്റ് റവല്യൂഷൻ. ഇതൊരു ഗോതമ്പ് വിപ്ലവമായിട്ടാണ് ചില വിമർശകർ പറയുന്നത്. ദെൻ 5th വൺ, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീനറി കോസസ് അൺഎംപ്ലോയ്മെൻറ്റ്. മെഷീൻസ് കൂടുതൽ ഉപയോഗിച്ചത് അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമായി എന്നുള്ളൊരു ഇതും പറയുന്നുണ്ട്. ഇതിൽ ഡിബേറ്റ് ഓവർ സബ്സിഡി നമ്മൾ എഴുതി കഴിഞ്ഞാണ് പിന്നോട്ട് വേറെ നമ്മൾ വീഡിയോ സമയത്ത് എഴുതി കഴിഞ്ഞു. അപ്പം ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാം.
ഇൻഡസ്ട്രിയൽ സെക്ടർ നോട്ട് നിന്നാണ്. അതിൽ IPR 1956 നോട്ട് വന്നു. ഇമ്പോർട്ടൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നോട്ട് വന്നു. ഇനി അടുത്ത് നമുക്ക് ട്രേഡ് പോളിസിയാണ് എഴുതാനുള്ളത്. ട്രേഡ് പോളിസി, ട്രേഡ് 1950 to 1990 ഇതാണ് ട്രേഡ് പോളിസി. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ട്രേഡ് പോളിസി പ്രധാനമായിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോളിസിയാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് substituting imports with domestic production. In this policy, government protected the domestic industries from foreign competition. The government reduced import using tariff and quotas. താരിഫും കോട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഇറക്കുമതി കുറയ്ക്കുന്നത്. ഇപ്പോൾ ട്രേഡ് പോളിസി ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ള നയമായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. Tariff are duties imposed on import and exports. ഇറക്കുമതി നികുതിയാണ് താരിഫ് എന്നറിയപ്പെടുന്നത്. Quotas are quantitative restrictions on import. It allows only a limited quantity of products to be imported. ഇതാണ് താരിഫ് ആൻഡ് കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ ഇത്ര അളവിലെ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ട്രേഡ് പോളിസി. ഇനി അടുത്ത് ഇഫക്റ്റ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. 1950-90 വരെയുള്ള കാലത്തുള്ള നയങ്ങളുടെ ഫലങ്ങൾ, ബെനിഫിറ്റ്സ്. വ്യവസായ മേഖലയുടെ സംഭാവന വർദ്ധിച്ചു എന്നാണ്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ടു GDP ഇൻക്രീസ്ഡ് ഫ്രം 11% to 24%. അതാണ് ഒരു നേട്ടം. The industrial during 1950-1991 the industrial sector grew by 6%. വ്യവസായ മേഖല 6% വളർച്ച പ്രാപിച്ചു. The industrial sector become highly diversified. ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറി. Then small scale industries created many entrepreneurs and millions of jobs. ചെറുകിട വ്യവസായങ്ങൾ കുറേ പേർക്ക് തൊഴിൽ നൽകി. Then growth of indigenous industries through protection. സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് ഗുണകരമായിരുന്നു. ഇതിൻ്റെ പോരായ്മകൾ: 1. The system of licensing create license permit രാജ്. It created a huge bureaucracy characterized by red tape and corruption. ഇത് അമിതമായ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ കുറച്ചു എന്നുള്ള പോയിൻ്റാണ്. Then public sector in many cases incurred huge losses. Absence of competition led to inefficiency and in management. പൊതുമേഖല നഷ്ടത്തിലായിരുന്നു. Then reservation for public sector created public sector monopoly. ചില വ്യവസായങ്ങളൊക്കെ പൊതുമേഖല മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേ. അപ്പോൾ അത് മറ്റ് സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ തടഞ്ഞു എന്നാണ്. Then another one, protection through high import duties create inefficient units. അമിതമായ സംരക്ഷണം കൊടുക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലെ വ്യവസായങ്ങളെ അവരുടെ കാര്യക്ഷമത കുറച്ചു. Then public sector enter into unnecessary areas like production of bread, photography, films, hotel industry and wasting precious resource. പൊതുമേഖല ആവശ്യമില്ലാത്ത പല ഉൽപ്പാദനത്തിലേക്കും കടന്നു. Then industrial policy instead of regulating industry restricted private initiatives and enterprises. ആണ് മറ്റൊരു പോരായ്മ. ഇൻഡസ്ട്രിയൽ പോളിസി പ്രധാനമായിട്ടും സ്വകാര്യ സംരംഭങ്ങളെ തടയുന്ന രൂപത്തിലായിരുന്നു. ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്റർ നോട്ട്സ്.